ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ടുള്ള തേൻ നെല്ലിക്ക വീഡിയോ ആണ്. നാട്ടിലിപ്പോൾ നെല്ലിക്കയുടെ സീസണാണ്. ഈ ഒരു സീസൺ കാലത്ത് നമുക്ക് ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണ്. ഇന്നത്തെ നമ്മുടെ തേൻ നെല്ലിക്കയിൽ നമ്മൾ പഞ്ചസാരയോ ശർക്കരയോ ഉപയോഗിക്കുന്നില്ല. ഇതിന് പകരമായിട്ട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയ പനങ്കൽക്കണ്ടം വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ഞാനിന്ന് കാണിച്ചു തരുന്ന രീതിയിൽ നിങ്ങൾ തയ്യാറാക്കുവാണെങ്കിൽ വായിലിട്ടാൽ അലിയും വിധമാണ് ഇതിനെ കഴിക്കാൻ പറ്റുക. അപ്പോൾ എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള തേൻ നെല്ലിക്ക തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. തേൻ നെല്ലിക്ക തയ്യാറാക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ 600 ഗ്രാം അളവിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. കേടുപാടുകളൊന്നും തന്നെ ഇല്ലാത്ത നെല്ലിക്ക വെച്ച് തയ്യാറാക്കുമ്പോഴാണ് ഇത് ഒരുപാട് കാലം നമുക്ക് സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നത്. ഇനി നമുക്ക് ഈ നെല്ലിക്കയെ നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൂടെ എടുക്കണം. ഞാനിവിടെ ഓരോ നെല്ലിക്കയും ഒരു കോട്ടൺ വെച്ചിട്ട് നല്ലതുപോലെ തുടച്ചൊന്ന് വൃത്തിയാക്കുന്നുണ്ട്. വൃത്തിയാക്കിയ നെല്ലിക്കയെ ഒരു പ്ലേറ്റിലേക്ക് കൂടെ മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ എല്ലാ നെല്ലിക്കയും വെള്ളമെല്ലാം തുടച്ചൊന്ന് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് ആവിയിൽ വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് നെല്ലിക്കയെ ആവി കയറ്റിയെടുക്കാം. ഇതിനായിട്ട് ഇഡ്ഡലി പാത്രമാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ മേലിൽ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി തുടച്ചു മാറ്റിയ നെല്ലിക്കയെ കൂടെയാണ് വാരിയിട്ട് കൊടുക്കുന്നത്. നെല്ലിക്കയെ ആവിക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നേരം മാത്രമാണ് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കേണ്ടത്. നെല്ലിക്കയെ അധികമൊന്നും വേവിച്ച് കളയാതെ ശ്രദ്ധിച്ച് വേണം ഇതൊന്ന് ചെയ്തെടുക്കാനായിട്ടും. ഇനിയിപ്പോൾ പാത്രത്തിനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുവാണ്. അതിനുശേഷം ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് മൂടി തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നെല്ലിക്ക നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി വെന്ത് വന്നിട്ടുള്ള നെല്ലിക്കയെ ഒന്ന് താഴേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ നെല്ലിക്കയിലേക്ക് മധുരമൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുന്നതിനായിട്ട് ഇതിലേക്ക് കുറച്ച് ഹോൾസ് ഒക്കെ ഇട്ട് കൊടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് വേണമെങ്കിലും ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നെല്ലിക്കയിലേക്ക് മുഴുവനും ഹോൾസ് ഇട്ട് മാറ്റി വെച്ചിരിക്കുവാണ്. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പനങ്കൽക്കണ്ടമാണ്. നമ്മളിവിടെ 600 ഗ്രാം അളവിലാണ് നെല്ലിക്ക എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 600 ഗ്രാം അളവിൽ തന്നെ കൽക്കണ്ടവും എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കൈവശം പനങ്കൽക്കണ്ടം ഇല്ലെങ്കിൽ പഞ്ചസാരയോ ശർക്കരയോ എടുക്കാവുന്നതാണ്. എടുക്കുന്നത് എന്തായാലും ശരി കറക്റ്റ് അളവായിരിക്കണം. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കണം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പനങ്കൽക്കണ്ടമാണ് ഇതിലേക്കൊന്ന് ചേർക്കുന്നത്. കൽക്കണ്ടത്തിനെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. വെള്ളത്തിൻ്റെ അളവ് ഒരു തരി പോലും കൂടി പോവരുത്. അതിനുശേഷം നല്ലതുപോലെ ഇളക്കിയൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. കൽക്കണ്ടത്തിനെ പെട്ടെന്ന് ഉരുകി കിട്ടുന്നതിനായിട്ട് നിങ്ങൾക്ക് പൊടിച്ച് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. നമ്മൾ ഇന്നിവിടെ എടുത്തിട്ടുള്ള പനങ്കൽക്കണ്ടത്തിന് എല്ലാ ഷോപ്പുകളിലും വാങ്ങിക്കാനും കിട്ടുന്നതാണ്. കൽക്കണ്ടം ചേർത്ത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഹോൾസ് ഇട്ട് വെച്ചിരിക്കുന്ന നെല്ലിക്കയെ കൂടിയാണ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കേണ്ടത്. നെല്ലിക്ക കൂടി ചേർത്ത് കഴിഞ്ഞാൽ കയ്യിൽ ഉപയോഗിച്ച് നല്ലതുപോലെ ഇളക്കിയൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി കൽക്കണ്ടവും നെല്ലിക്കയും എല്ലാം നല്ലതുപോലെ തിളച്ചൊന്ന് യോജിപ്പിച്ച് കിട്ടണം. ഇതിനായിട്ട് മൂടിയൊന്ന് അടച്ചു കൊടുക്കുവാണ്. മൂടി വെച്ച് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം സിമ്മിലായിരിക്കണം. ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ നെല്ലിക്കയും കൽക്കണ്ടവും ഒക്കെ നല്ലവണ്ണം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് അടി ചേർത്ത് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കണം. ഈ ഒരു നെല്ലിക്കയെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്താലും മതിയാകും. നമ്മളിന്ന് ഈ ഒരു തേൻ നെല്ലിക്കയുടെ പാചകം ചെയ്യുന്നത് വളരെ ചെറിയ തീയിൽ വെച്ച് കൊടുത്തിട്ടാണ്. ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് നമുക്കിതിനെ തയ്യാറാക്കി എടുക്കാനായിട്ട് 1.5 മണിക്കൂർ സമയം ആവശ്യവുമാണ്. ഓരോ 3 മിനിറ്റ് കൂടുമ്പോൾ നമുക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. നമ്മൾ ഈ കൽക്കണ്ടത്തിനെ ഉരുക്കാൻ വെച്ച് കൊടുത്തപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു നെല്ലിക്കയിൽ നിന്നും ധാരാളം വെള്ളം ഇറങ്ങി വരുന്നത് കൊണ്ടാണ്. ഇനി വെള്ളം നല്ലതുപോലെ വറ്റി നല്ല മെറൂൺ കളറിലേക്ക് ആയി കിട്ടണം. അതുവരെയാണ് നമുക്ക് ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഇനി നമ്മുടെ നെല്ലിക്കയ്ക്ക് നല്ലൊരു സ്വാദിനായിട്ട് ഒരു 5 ഏലക്ക ചതച്ചത് കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ മൂടി അടച്ച് വെക്കുവാണ്. ഏലക്കായും കൂടി ചേർത്ത് ഒരു 3 മിനിറ്റ് നേരം കഴിഞ്ഞ് വീണ്ടും തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ നെല്ലിക്ക നല്ലതുപോലെ പാകമൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നെല്ലിക്കയുടെ കളറൊക്കെ ഒന്ന് മാറിയും വന്നിട്ടുണ്ട്. നല്ല ഡാർക്ക് ബ്രൗൺ കളറിലേക്കൊന്ന് ആയി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് നെല്ലിക്കയെ ഒന്ന് ആക്കിയെടുക്കേണ്ടതും.
നെല്ലിക്ക ഇതേ ഒരു കളറിലേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ തണുക്കാനായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഞാനിവിടെ രാത്രിയിലാണ് ഇതിനെ തയ്യാറാക്കുന്നത്. ഇനി രാവിലെയാണ് ഞാൻ ഈ മൂടി തുറന്ന് നോക്കാൻ പോകുന്നത്. അപ്പോഴേക്കും ഈ ഒരു പാനിയെല്ലാം നല്ല പോലെ നെല്ലിക്കയിലേക്ക് പിടിച്ച് പാകമായി കിട്ടുന്നതാണ്. നെല്ലിക്കയെ മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു 12 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിവിടെ മൂടിയൊന്ന് തുറന്ന് നോക്കുവാണ്. നമ്മുടെ നെല്ലിക്ക മധുരം എല്ലാം പിടിച്ച് ഇതേ ഒരു പാകത്തിലേക്കൊന്ന് മാറിയും കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ കയ്യിൽ വെച്ചിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു സെർവിങ് ബൗളിലേക്കാണ് മാറ്റി കൊടുക്കുന്നത്. നിങ്ങൾ ഈ നെല്ലിക്കയെ സൂക്ഷിക്കുമ്പോൾ നല്ല വൃത്തിയുള്ള ചില്ലു ഭരണിയിലായിരിക്കണം സൂക്ഷിക്കേണ്ടത്. അതും ഒരു തരി പോലും വെള്ളത്തിന്റെ അംശം ഒട്ടു തന്നെ ഉണ്ടാവാൻ പാടില്ല. വർഷങ്ങളോളം നമുക്കിതിനെ കഴിക്കാവുന്നതുമാണ്. ദിവസേന 1 വീതം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് പോഷക ഗുണങ്ങൾ കിട്ടുന്നതുമാണ്. ഇപ്പോൾ ഞാനൊരു നെല്ലിക്കയെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ പൊട്ടിപ്പോകും വിധത്തിലാണ് നമുക്കിവിടെ തയ്യാറായി കിട്ടിയിട്ടുള്ളത്. ഇതേ ഒരു പാകത്തിനാണ് കേട്ടോ നമുക്ക് നെല്ലിക്കയെ തയ്യാറാക്കി എടുക്കേണ്ടതും. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, എത്ര ഹെൽത്തി ആയിട്ടും ടേസ്റ്റിയുമായിട്ടാണ് നമ്മൾ ഈ തേൻ നെല്ലിക്കയെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നമ്മൾ മിക്കപ്പോഴും നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനും വേണ്ടിയിട്ട് കടകളിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കാറാണ് പതിവ്. ഇനി ആരും കടകളിൽ നിന്നും ഈ ഒരു തേൻ നെല്ലിക്കയെ വാങ്ങി കഴിക്കേണ്ട. നമ്മുടെ വീടുകളിൽ വളരെ സിമ്പിളായിട്ടും രുചികരമായിട്ടും തയ്യാറാക്കി എടുക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് ഒരുപോലെ തന്നെ പ്രയോജനകരമായി എന്ന് തന്നെ വിശ്വസിക്കുവാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് കിട്ടിയ ഈ അറിവിനെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇനിയിപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്തിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോകരുത്. അപ്പോഴാണ് ഞാനെടുത്ത പുതിയ പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിലെ നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നത്. വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവിനെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. നിങ്ങൾ തരുന്ന ഓരോ വാക്കുകളുമാണ് മറ്റുള്ള ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തപ്പെടുന്നതും. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഇത്രയുള്ളൂ കൂട്ടുകാരെ. നാളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഓടിയെത്തുന്നതാണ്. അതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.